നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആദിത്യദിശയെക്കുറിച്ചാണ്. ആദിത്യദിശ 6 വർഷകാലമാണ്. ഈ ഒരു 6 വർഷക്കാലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യൻ്റെ ദിശാകാലത്ത് പുത്രലാഭം, സുഖം, കീർത്തി, അർത്ഥലാഭം, ഉദ്യോഗലാഭം എന്നിവ അനുഭവത്തിൽ വരുന്നു. അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ കർമ്മവൈകല്യം, ജനവിരോധം, പിതൃദുരിതം, മാനഹാനി, രോഗം, സർക്കാർ ശിക്ഷയോ താക്കീതോ എന്നിവയും സംഭവിക്കുന്നതാണ്. മേടം, ചിങ്ങം, കർക്കിടകം, വൃശ്ചികം, ധനു, മീനം ഈ രാശികളിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശാകാലം ശോഭനമായിരിക്കും. ഇടവം, തുലാം ഈ രാശികളിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഭാര്യാസംബന്ധമായ ദുരിതങ്ങൾ അനുഭവിക്കും. തുലാം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ അവനവനു തന്നെ ദേഹദുരിതമോ രോഗമോ സംഭവിക്കാം. മിഥുനം, കന്നി ഈ രാശികളിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ധനലാഭം, കാര്യസാഹിത്യാദി കലയിൽ നൈപുണ്യം, കീർത്തി ഇവ സിദ്ധിക്കും. മകരം, കുംഭം ഈ രാശികളിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഭാര്യാപുത്രാദികൾക്ക് ദുരിതം, ദുഷ്കീർത്തി, ധനത്തിന് നാശം ഇവ അനുഭവപ്പെടും. ലഗ്നാൽ കേന്ദ്രത്തിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ സ്ഥാനഭ്രംശം, വ്യവഹാരത്തിൽ തോൽവി, ഭാര്യാവിരഹം മുതലായ കഷ്ടങ്ങൾ അനുഭവിക്കും. ലഗ്നത്തിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശ ദോഷകരമാണ്. പലവിധ ക്ലേശങ്ങൾ ഉണ്ടാകും. പക്ഷേ ആദിത്യൻ ലഗ്നാധിപനായാൽ ദശാഫലം ശോഭനമായിരിക്കും. ലഗ്നാധിപൻ്റെ ദശ എപ്പോഴും അനുകൂല ഫലപ്രദമാണ് നൽകുന്നത്. ലഗ്നാൽ 2-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഭാര്യയ്ക്കും ധനത്തിനും നാശം, വിരഹം, കുടുംബകലഹം ഇത്യാദി ദോഷങ്ങൾ ഫലമുണ്ടാകുന്നു. ലഗ്നാൽ 3-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ എല്ലാ കാര്യത്തിലും സാമർഥ്യം, സുഖം, അർദ്ധസിദ്ധി ഇവ സിദ്ധിക്കുന്നു. ലഗ്നാൽ 4-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഭൂമി, വാഹനം, കൃഷി ഇവയ്ക്ക് നാശമുണ്ടാകുകയും സുഖഹാനി, മാതൃദുരിതം, കുടുംബകലഹം ഇത്യാദി ദോഷഫലങ്ങൾ ഉണ്ടാകും. ലഗ്നാൽ 5-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ സർക്കാർ സംബന്ധമായോ ഉദ്യോഗ സംബന്ധമായോ വീഴ്ച അനുഭവപ്പെടും. ലഗ്നാൽ 6-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശാകാലത്ത് ധനനാശവും ദുഃഖവും ദുരിതവും അനുഭവപ്പെടുന്നതാണ്. ലഗ്നാൽ 7-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഭാര്യയ്ക്ക് രോഗവും അകന്നു കഴിയേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നതാണ്. ലഗ്നാൽ 8-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ നേത്രരോഗവും സ്ഥാനഭ്രംശവും പലവിധേനയുള്ള ദേഹക്ലേശവും രോഗവും സംഭവിക്കും. ലഗ്നാൽ 9-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ സർക്കാർ സംബന്ധമായ പലവിധ ക്ലേശങ്ങൾ ഉണ്ടാകുകയും ഭാര്യയുമായി അകന്നു കഴിയേണ്ട അവസ്ഥയുണ്ടാകുകയും പിതാവിന് ദോഷം എന്നിവ ഫലമാകുന്നു. ലഗ്നാൽ 10-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഉദ്യോഗത്തിൽ ഉന്നതിയും വ്യവഹാര വിജയവും തൊഴിലുയർച്ചയും നല്ല പ്രവൃത്തി, കീർത്തി, സർവകാര്യ വിജയം എന്നിവ ഫലം. ലഗ്നാൽ 11-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ഉദ്യോഗലാഭം, ഉദ്യോഗത്തിൽ ഉയർച്ച, പുത്രസൗഖ്യം, സൽക്കർമ്മസിദ്ധി, പലവിധേനയുള്ള അർത്ഥലാഭം എന്നിവ ഫലം. ലഗ്നാൽ 12-ൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദിശയിൽ ധനനാശവും നേത്രരോഗവും ഭാഗ്യപുത്രാദികൾക്കോ മാതാപിതാക്കൾക്കോ ദുരിതം, പരാജയം, പല പ്രകാരത്തിലുള്ള ക്ലേശം ഇവയൊക്കെ അനുഭവഫലം. രവിയുടെ അപഹാരകാലം 3 വർഷവും 18 ദിവസവും. രോഗഭയം, ശത്രുദോഷം, ബ്രാഹ്മണരിൽ നിന്നോ രാജാക്കന്മാരിൽ നിന്നോ ധനലാഭം, ബന്ധുകലഹം, മനോവേദന, മേലധികാരികളുടെ അപ്രീതി, അന്യദേശ സഞ്ചാരം, പിതൃദുരിതം എന്നിവ അനുഭവത്തിൽ വരാം. ദോഷപരിഹാരത്തിന് മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുകയും മഹാമൃത്യുഞ്ജയ ജപം നടത്തുന്നതും ഉത്തമമാകുന്നു. ആദിത്യനിൽ ചന്ദ്രൻ്റെ അപഹാരകാലം 6 മാസം. പുതിയ പ്രവർത്തനങ്ങൾ, ബന്ധുജനാനുകൂല്യം, അധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റുക, ആരോഗ്യം, പാണ്ഡുരോഗം, പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരുക, ബിസിനസ്സിൽ പുരോഗതി എന്നീ ആനുകൂല്യങ്ങളും ഫലമാകുന്നു.
ചന്ദ്രൻ ദുർബലനാണെങ്കിൽ പ്രതികൂല ഫലങ്ങൾ വന്നു ഭവിക്കുന്നു. ദോഷപരിഹാരാർത്ഥം ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമം. ആദിത്യനിൽ കുജാപഹാരകാലം 4 മാസവും 6 ദിവസവും. പിത്തരോഗം, ഉഷ്ണരോഗങ്ങൾ, അഗ്നിഭയം, ചോരഭയം, രത്നം, സ്വർണം തുടങ്ങിയവയുടെ ലാഭം, ധനനഷ്ടം, പരാജയം, അപകടങ്ങൾ. ദോഷപരിഹാരത്തിനായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. ആദിത്യനിൽ രാഹു അപഹാരകാലം 10 മാസവും 24 ദിവസവും. കാര്യപരാജയം, ദുരിതങ്ങൾ, മനോവേദന, കുടുംബകലഹം, അപവാദം, ശത്രുദോഷം. ദോഷപരിഹാരമായി സർപ്പക്ഷേത്ര ദർശനം നടത്തുകയും ആയില്യപൂജ മുടങ്ങാതെ കൊടുക്കുന്നതും അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. ആദിത്യനിൽ വ്യാഴ അപഹാരകാലം 9 മാസവും 18 ദിവസവും. ധാർമ്മിക പ്രവർത്തനങ്ങൾ, വിദ്യാലാഭം, തൊഴിൽ വിജയം, സന്താനലാഭം, ഉന്നത വ്യക്തികളുമായി സഹകരണം, മതനേതാക്കളുടെ അനുഗ്രഹം. വ്യാഴം ദുർബലനായാൽ ദോഷഫലങ്ങളും അനുഭവത്തിൽ വരാം. ദോഷപരിഹാരാർത്ഥം കൃഷ്ണക്ഷേത്ര ദർശനവും അതുപോലെ ശിവക്ഷേത്ര ദർശനവും നടത്തുന്നത് ഉത്തമമാകുന്നു. ആദിത്യദിശയിൽ ശനി അപഹാരകാലം 11 മാസവും 12 ദിവസവും. ബന്ധുക്കൾക്ക് രോഗദുരിതങ്ങൾ, അപകടങ്ങൾ, ആലസ്യം, ധനനഷ്ടം, ചോരഭയം, ശത്രുക്കൾ വഴി പല വിധേനയുള്ള ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരാം. ദോഷപരിഹാരാർത്ഥം മഹാമൃത്യുഞ്ജയ ജപം നടത്തുന്നത് ഉത്തമമാകുന്നു. ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. ആദിത്യദിശയിൽ ബുധാപഹാരകാലം 10 മാസവും 6 ദിവസവും. മനോദുരിതവും, ബന്ധുജന കലഹം, സമ്പത്ത്, വിദ്യാലാഭം, പദവി, വസ്ത്രാഭരണാദി ലാഭം, ഭയം, ഉത്കണ്ഠ. ദോഷപരിഹാരാർത്ഥം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാകുന്നു. ആദിത്യദിശയിൽ കേതു അപഹാരകാലം 4 മാസവും 6 ദിവസവും. രോഗം, മനോദുരിതം, അധികാരികളുടെ എതിർപ്പ്, ധനനഷ്ടം, വിദേശവാസം. ദോഷപരിഹാരത്തിനായി മൃത്യുഞ്ജയ അർച്ചന ജപം നടത്തുന്നത് ഉത്തമമാകുന്നു. ആദിത്യദിശയിൽ ശുക്ര അപഹാരകാലം 1 വർഷം. വാഹനലാഭം, ധനലാഭം, രത്നലാഭം, അധികാരികളുടെ ആനുകൂല്യം, വിവാഹം. ദോഷപരിഹാരത്തിനായി മഹാമൃത്യുഞ്ജയ ജപം നടത്തുന്നത് ഉത്തമമാകുന്നു.